മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടി.യു. കുരുവിള അന്തരിച്ചു. ന്യൂമോണിയ ബാധയെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്തരിച്ചത്. വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, റബ്ബർ ബോർഡ് അംഗം എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ ജന്മനാടായ കോതമംഗലത്തേക്ക് കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കും. കേരള രാഷ്ട്രീയത്തിൽ സ്വന്തമായൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയ നേതാവ് ഇനി ഓർമ്മ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ ടി.യു. കുരുവിള അന്തരിച്ചു. 90-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ. 1936 സെപ്റ്റംബർ 13 കോതമംഗലം ഊന്നുകല്ലിൽ ചേലാട് തോമ്പ്രയിൽ ഉതുപ്പിന്റെയും മറിയത്തിന്റെയും മകനായി ജനിച്ച ടി.യു. കുരുവിള സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയ ശേഷമാണ് പൊതുരംഗത്തേക്ക് സജീവമായി ഇറങ്ങുന്നത്. 14 വർഷക്കാലം കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം കോതമംഗലം നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായും നഗരസഭ പിതാവായും പ്രവർത്തിച്ചു. ഈ ജനകീയ അടിത്തറയാണ് പിൽക്കാലത്ത് കേരള രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോതമംഗലം മണ്ഡലത്തു നിന്നും കന്യാംഗത്തിനിറങ്ങിയ അദ്ദേഹം വി.ജെ. പൗലോസിനെ പരാജയപ്പെടുത്തി അട്ടിമറി വിജയം നേടിയിരുന്നു. അതേ വർഷം തന്നെ പി.ജെ. ജോസഫ് രാജിവെച്ച ഒഴിവിലേക്ക് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ടി.യു. കുരുവിള അപ്രതീക്ഷിതമായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. തുടർന്ന് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ ലയിച്ച് യു.ഡി.എഫിന്റെ ഭാഗമായതോടെ 2011 യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി കോതമംഗലത്ത് നിന്നും 12,222 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് എത്തി. മന്ത്രിസ്ഥാനത്തിന് പുറമെ കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, റബ്ബർ ബോർഡ് അംഗം എന്നീ നിലകളിലും അദ്ദേഹം മികവ് തെളിയിച്ചു. രാഷ്ട്രീയത്തിന് പുറമെ സാമൂഹിക സമുദായ രംഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു കുരുവിള. യാക്കോബായ സുറിയാനി സഭയുടെ മുൻ അൽമായ സെക്രട്ടറിയായിരുന്ന അദ്ദേഹത്തെ സഭയുടെ പരമോന്നത ബഹുമതികളായ ഷെവലിയാർ, ബാറിത്തോ ഷാരീറോ പദവികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ന്യൂമോണിയ ബാധയെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ചിന്നമ്മയാണ് ഭാര്യ. റീന, റേണു, റെമി, ഡോക്ടർ രേഖ, എൽദോ എന്നിവരാണ് മക്കൾ. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ ജന്മനാടായ കോതമംഗലത്തേക്ക് കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കും. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.